നാട്ടികയിൽ വോട്ട് ചെയ്യാനെത്തിയ ലുലു ഗ്രൂപ്പ് ചെയർമാൻ യൂസഫ് അലി അദ്ദേഹം പഠിച്ച 1 മുതൽ 4ാം ക്ലാസ് വരെ പഠിച്ച സ്കൂളിലേക്ക് വോട്ട് ചെയ്യാനെത്തിയത്. അദ്ദേഹം പറയുകയുണ്ടായി ബാങ്കോക്കിലായിരുന്നു, പക്ഷേ ജനാധിപത്യത്തിൽ വിശ്വാസമുണ്ട്, അപ്പോൾ ഓരോ തവണയും വോട്ട് മുടങ്ങാതെ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അങ്ങനെ വോട്ട് ചെയ്യാൻ അദ്ദേഹം എത്തിയതാണ്. ഇപ്പോൾ അദ്ദേഹം ആ സ്കൂളിലേക്ക് എത്തുന്നു എന്നാണ് മനസ്സിലാകുന്നത്. റാഫി കരീം നമുക്കൊപ്പം ചേരുന്നുണ്ട്. റാഫി, പറയൂ. അല്പസമയത്തിനകം അദ്ദേഹം വോട്ട് ചെയ്യുന്നതിന് വേണ്ടി നാട്ടികയിലെ AM-LP സ്കൂളിലേക്ക് എത്തും. അല്പസമയം മുൻപാണ് അദ്ദേഹം ബാങ്കോക്കിൽ നിന്ന് സ്വന്തം സ്വകാര്യ വിമാനത്തിൽ അദ്ദേഹം കൊച്ചിയിലേക്ക് എത്തിയത്. അവിടെ നിന്ന് അദ്ദേഹം ഹെലികോപ്റ്റർ മാർഗം നാട്ടികയിലെ അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് എത്തി. അവിടെ നിന്നാണ് ഇപ്പോൾ ഈ ALP സ്കൂളിലേക്ക് അദ്ദേഹം വോട്ട് ചെയ്യാനായി എത്തുന്നത്. ബാങ്കോക്കിൽ നിന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ യാത്ര. അല്പസമയം മുൻപ് നമ്മൾ 24 അദ്ദേഹത്തോട് സംസാരിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ലോകത്ത് എവിടെയായിരുന്നാലും എന്ത് തിരക്കിലായിരുന്നാലും ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തെ ജനാധിപത്യ പ്രക്രിയ അതിൻ്റെ ഭാഗമാകണം. അത് ഓരോ പൗരൻ്റെയും കടമയാണ്. ആ കടമ നിർവഹിക്കാനാണ് അദ്ദേഹം ഇത്ര ദൂരം യാത്ര ചെയ്ത് ഈ തിരക്കുകൾക്കിടയിൽ എത്തിയത് എന്നുള്ളതാണ് പറഞ്ഞത്. ബാങ്കോക്കിൽ ലുലുവിൻ്റെ ഏറ്റവും വലിയ ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റിൻ്റെ അതിൻ്റെ ഉദ്ഘാടനം ഉണ്ടായിരുന്നു. ആ ചടങ്ങുകൾക്ക് ശേഷമാണ് ബാങ്കോക്കിൽ നിന്ന് യാത്ര തിരിക്കുന്നത്. അങ്ങനെയാണ് സ്വകാര്യ ജെറ്റിൽ കൊച്ചിയിലേക്കും അവിടെ നിന്ന് ഹെലികോപ്റ്റർ മാർഗം നാട്ടികയിലേക്കും അദ്ദേഹം എത്തിയത്. അല്പസമയത്തിനകം അദ്ദേഹം ഇപ്പോൾ വസതിയിലാണുള്ളത്. അല്പസമയത്തിനകം ഈ സ്കൂളിലേക്ക് അദ്ദേഹം എത്തുമെന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. വലിയ തിരക്കില്ല ഇന്ന് സ്കൂളിൽ, ഈ ALP സ്കൂളിൽ. രാവിലെ മുതൽ ഇവിടെ വലിയ തിരക്കുണ്ടായിരുന്നു. ഉച്ചയോടുകൂടിയാണ് അല്പം തിരക്കൊന്ന് കുറഞ്ഞത്. എന്നാൽ ആളുകൾ വോട്ട് ചെയ്യാനായി ഇങ്ങോട്ട് എത്തുന്നുണ്ട്. അല്പസമയത്തിനകം MA യൂസഫ് അലി കൂടി വോട്ട് രേഖപ്പെടുത്താനായി ഇങ്ങോട്ട് എത്തും. തൃശ്ശൂർ ജില്ലയിൽ മൊത്തത്തിൽ വലിയ പോളിംഗ് ഇന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. രാവിലെ മുതൽ പല ബൂത്തുകളിലും വലിയ തിരക്കുണ്ടായിരുന്നു. ഇതിനോടകം തന്നെ 65% ജില്ലയിലെ ആകെ പോളിംഗ് ഉള്ളത്. കോർപ്പറേഷനിലെ പോളിംഗ് 55% എത്തിയിട്ടുണ്ട്. ആ നിലയിൽ വലിയ തിരക്ക് തൃശ്ശൂർ ജില്ലയിൽ എല്ലാ ബൂത്തുകളിലും നമ്മൾ ഉച്ചവരെ കണ്ടിരുന്നു. ഉച്ചയ്ക്ക് 1 മണിക്ക് ശേഷം അല്പം ഒന്ന് പോളിംഗ് മന്ദഗതിയിലാകുന്ന ഒരു കാഴ്ച കണ്ടു. വൈകിട്ടോടുകൂടി കൂടുതൽ സജീവമായി ശക്തമായ പോളിംഗ് ജില്ലയിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ വലിയ യന്ത്ര തകരാറുകളോ മറ്റു പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ വളരെ ശാന്തമായി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് തൃശ്ശൂർ ജില്ലയിൽ പുരോഗമിക്കുന്നത് എന്നുള്ളതാണ്. കാരണം നേരത്തെ 1-2 ഇടങ്ങളിൽ ചെറിയ പ്രശ്നങ്ങൾ, യന്ത്ര തകരാറുകൾ ഉണ്ടായിരുന്നു. എന്നാൽ 10-15 മിനിറ്റകം ആ വിഷയങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ട് ജില്ലയിൽ പോളിംഗ് അതിവേഗം മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ഒപ്പം തന്നെ വലിയ പ്രശ്നങ്ങളില്ലാതെ തന്നെ ജില്ലയിൽ പോളിംഗ് നടക്കുകയും ചെയ്തു. മറ്റ് ബൂത്തുകളിൽ അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഒപ്പം തന്നെ അല്പസമയത്തിനകം ഈ നാട്ടികയിലെ നമ്മൾ നിൽക്കുന്ന സ്കൂളിലേക്ക് MA യൂസഫ് അലി എത്തും. രാവിലെ തന്നെ ജില്ലയിലെ മറ്റു പ്രമുഖരെല്ലാവരും തന്നെ വോട്ട് രേഖപ്പെടുത്തി. മന്ത്രിമാരും ഒപ്പം തന്നെ സിനിമാ മേഖലയിൽ നിന്നുള്ള ആളുകളും എല്ലാം തന്നെ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തുന്നത് കണ്ടു. മന്ത്രിമാരായ R ബിന്ദു, ഒപ്പം തന്നെ K രാജൻ തുടങ്ങിയവർ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി. K രാജൻ അന്തിക്കാട് സ്കൂളിലെത്തിയാണ് വോട്ട് രേഖപ്പെടുത്തിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.